സ്ഥിരമായിട്ട് ട്രെയിൻ യാത്ര ചെയ്യുന്നവരാണ് നിങ്ങൾ, എന്നാൽ നിങ്ങൾക്കായിട്ട് IRCTCയുടെ വൗച്ചേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഈ വൗച്ചേഴ്സ് നമുക്ക് ഗിഫ്റ്റ് ഇയർ എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ എടുക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് നമ്മൾ ഗിഫ്റ്റ് ഇയർ ബ്രൗസറിൽ ഗിഫ്റ്റ് ഇയർ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ആ വെബ്സൈറ്റിലേക്ക് കിടക്കുക. എന്നിട്ട് നമുക്ക് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ആ വെബ്സൈറ്റ് ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സെർച്ചിൽ പോയിട്ട് നമ്മൾ IRCTC എന്ന് സെർച്ച് ചെയ്യാം. IRCTC എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ ഒരു വൗച്ചേഴ്സിൻ്റെ ആൾ അതിൽ റിഡീം നൗ എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്പം അത് നേരെ പോകുന്നത് നമ്മൾ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് വെബ്സൈറ്റിലേക്കാണ്, റെയിൽ കണക്റ്റിലേക്കാണ്. എന്നിട്ട് നമുക്കൊരു എക്സാമ്പിൾ, ഞാനിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കൃഷ്ണരാജപുരത്തേക്കാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമുക്ക് ചൂസ് ആയിട്ടുള്ള ഒരു അവൈലബിൾ നമ്മുടെ പോകുന്ന ഒരു ഡേറ്റ് നമ്മൾ ചൂസ് ചെയ്യുക. ജസ്റ്റ് സെർച്ച് കൊടുക്കുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രെയിൻ ലിസ്റ്റ് കാണാം. ഇനി നമ്മൾ സാധാ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഞാനിപ്പോൾ വന്ദേ ഭാരതാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് ചെയർ എടുത്തു, ഏതെങ്കിലും ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് എടുത്തു. എന്നിട്ട് ക്ലാസ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ക്ലാസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് യെസ് കൊടുക്കുക. നോർമലി ബുക്കിംഗ് ചെയ്യുന്ന പോലെ തന്നെ ബുക്ക് ചെയ്യുക. എന്നിട്ട് ലോഗിൻ ചെയ്യുക. എന്നിട്ട് പിന്നെ ഒന്നും കൂടെ നമ്മളത് സെലക്ട് ചെയ്തിട്ട് കൺഫേം ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളതാണ് ഓപ്ഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പേയ് മോഡിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ് മോഡിൽ ആദ്യത്തെ ക്രെഡിറ്റ്, ഡെബിറ്റ്, നെറ്റ്, അതുപോലെ റിവാർഡ്സ് ആൻഡ് അതേഴ്സ് ആ ഒരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. UPI സെലക്ട് ചെയ്താൽ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഒരു OTP ഉണ്ട്, ആ OTP കൂടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നേരെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷനിൽ ഐ പേ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. അത് തന്നെ ചൂസ് ചെയ്യണം. എന്നിട്ട് നേരെ IRCTC ഐപേയുടെ വെബ്സൈറ്റിലേക്ക് പോകും. ഇവിടെയാണ് നമ്മൾ ഗിഫ്റ്റ് വൗച്ചർ എന്നുള്ള ഒരു ഓപ്ഷൻസ് ലെഫ്റ്റ് സൈഡിൽ താഴെ കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് ഇയറിൽ കയറിയിട്ട് ഗിഫ്റ്റ് ഇയറിൻ്റെ മറ്റൊരു ഓപ്ഷൻസ് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ഇയർ അക്കൗണ്ടിൻ്റെ ഇത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ എൻ്റെ അവൈലബിൾ ബാലൻസ് 529.47 ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് 2819 രൂപ വേണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വൗച്ചേഴ്സ് ഇത്രയധികം വൗച്ചേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 13 വൗച്ചേഴ്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അവൈലബിൾ ബാലൻസിലേക്ക് ആഡ് ആവും. അങ്ങനെ നമുക്ക് വേണ്ട 2819 വേണ്ടത്. അപ്പോൾ അതുവരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം അത് ആ ഒരു എമൗണ്ട് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൗച്ചർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് വേറെ ആവശ്യങ്ങൾക്ക് പിന്നീട് ബാക്കി വരുന്ന വൗച്ചർ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 2529 ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ എടുത്താൽ മതിയാവും തോന്നുന്നു. ഓക്കെ, അപ്പം ആവശ്യത്തിനുള്ള എമൗണ്ട് ആയിട്ടുണ്ട്. 3029.47 ആയിട്ടുണ്ട്. ഇനി റെഡീം വിത്ത് വൗച്ചർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു SMS വരും. ആ SMS OTP അതിൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് പൂർത്തിയായി. ഓട്ടോമാറ്റിക്കലി ആ ടിക്കറ്റ് ബുക്കായി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് IRCTCയുടെ വൗച്ചർ വെച്ചിട്ട് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുക. താങ്ക് യു.